പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് മാർക്കസ് മുർഗുലോവ് പുറത്തേക്ക് വിട്ടത്. മാർക്കസ് അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ പുതിയ പരിശീലകൻ എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്രധാനമായും ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പ്ലേ ഓഫ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ച താരങ്ങളെ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ശ്രമമെന്നാണ് മാർക്കസ് മുർഗുലോവ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മാർക്കസ് പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ മലയാള മനോരമ ഒരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമയാണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ അവരത് മികച്ച രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തായാലും മലയാള മനോരമ പറഞ്ഞ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോടെ തന്നെ കടക്കാം. എന്തായാലും മലയാള മനോരമ പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 5 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് മലയാള മനോരമ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇന്നൊരു പത്രത്തിൽ അവർ അത് എഴുതിയിട്ടുമുണ്ട്. എന്തായാലും മലയാള മനോരമ പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മലയാളി താരം രാഹുൽ KP, അതുപോലെ തന്നെ സൂപ്പർ താരമായ പ്രീതം കോട്ടാൽ, അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ട, അതുപോലെ തന്നെ അമാവിയ, അലക്സാന്ദ്രെ കൊയഫ്, അതുപോലെ തന്നെ സൗരവ് മണ്ഡൽ എന്നീ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാനായുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലയാള മനോരമ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒഴിവാക്കും. ഇതിൽ സൗരവ് മണ്ഡലിൻ്റെ കാര്യം എടുത്താൽ താരത്തെ ചിലപ്പോൾ ഈ സീസൺ കഴിഞ്ഞ് മാത്രമേ ഒഴിവാക്കാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. കാരണം താരം ഇപ്പോൾ ലോണിൽ ഐ ലീഗ് ക്ലബായ ഗോകുലം കേരളയ്ക്ക് വേണ്ടി കളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ലോൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ താരത്തെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഈ 5 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അലക്സാന്ദ്രെ കൊയ്ഫിൻ്റെ കാര്യമെടുത്താൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം KL എഡിറ്ററായ ആശിഷ് നേഗി വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിദേശ താരം അപ്പോൾ കൂടുതലാകും. അതുകൊണ്ട് തന്നെയായിരിക്കും കൊയഫിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ 5 താരങ്ങളെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ മലയാള മനോരമ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്: അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി സെർജിയോ ലൊബേറ എത്തിയേക്കുമെന്നും ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സെർജിയോ ലൊബേറ എത്തിക്കുന്നതിന്റെ ഭാഗമായി മികച്ച താരങ്ങളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്.